എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ട്രെയിൻ യാത്രയിലുണ്ടായ പ്രേതാനുഭവമാണ്. നല്ല ത്രില്ലടിച്ച് കേൾക്കാം. ഒന്ന് ലൈക്ക് ചെയ്തോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ. എൻ്റെ പേര് വിനീത്. അന്ന് രാത്രി ഞാൻ ഉദയ്പൂരിൽ നിന്നും ജോധ്പൂരിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഒരു ജോലി ആവശ്യത്തിനുള്ള യാത്ര. പക്ഷെ ഉള്ളിൽ എന്തുകൊണ്ടോ ഒരുതരം അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. മെയ് മാസമാണ്. എങ്കിലും രാത്രിയിൽ നേരിയ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിൽ തിരക്കുണ്ടായിരുന്നു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അവരവരുടെ കോച്ചുകൾ തിരയുന്നു. ഞാൻ മൊബൈലിലെ സമയം നോക്കി. ഏകദേശം രാത്രി 10:30. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ കിടന്നിരുന്നു. ഞാൻ വേഗത്തിൽ എൻ്റെ കോച്ചിലേക്ക് നടന്നു. എൻ്റെ ടിക്കറ്റ് സ്ലീപ്പർ കോച്ചിലായിരുന്നു. 42-ാം നമ്പർ മുകൾ ബർത്ത്. കോച്ചിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരുതരം ഈർപ്പവും ഇരുമ്പിൻ്റെ ഗന്ധവും അനുഭവപ്പെട്ടു. ഒരുപാട് കാലമായി കഴുകിയിട്ടില്ലാത്തതുപോലെ. ഫാനുകൾ കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അവയുടെ ശബ്ദം ഒരു പഴയ യന്ത്രം പോലെ കടുപ്പമേറിയതാണ്. ഇടയ്ക്കിടെ ലൈറ്റ് ചെറുതായി മിന്നി. പിന്നെ അത് ശരിയായി. ഞാൻ എൻ്റെ ബാഗ് മുകളിലെ ബെർത്തിൽ വെച്ച് സാവധാനം കയറി കിടന്നു. താഴത്തെ ബെർത്തിൽ ഒരു പ്രായമായ മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. മിണ്ടാതെ ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അയാൾ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. ഉറങ്ങിയിട്ട് ദിവസങ്ങളായതുപോലെ. ഞാൻ അദ്ദേഹത്തെ നോക്കി നേരിയൊരു പുഞ്ചിരി നൽകി. പക്ഷെ അദ്ദേഹം തലയാട്ടി മാത്രം മറുപടി നൽകി. ട്രെയിൻ ചൂളമടിച്ച് സാവധാനം പ്ലാറ്റ്ഫോം വിട്ടു. പുറത്തെ വിളക്കുകാലുകൾ ഓരോന്നായി പിന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ ബാഗിൽ നിന്ന് വെള്ളക്കുപ്പിയെടുത്ത് കുറച്ച് കുടിച്ചു. എന്നിട്ട് മൊബൈലിൽ പാട്ടുകൾ വെച്ചു. കോച്ചിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇത് രാത്രി ട്രെയിൻ ആയതുകൊണ്ടാകും. ചില യാത്രക്കാർ നേരത്തെ ഉറങ്ങിയിരുന്നു. ചിലർ അവരവരുടെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ട്രെയിൻ മുന്നോട്ട് പോകുന്തോറും ഈ കോച്ചിലെ അന്തരീക്ഷം അല്പം വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നി. ഒരുതരം അസ്വാഭാവികമായ നിശബ്ദത. ആരോ ശബ്ദങ്ങളെ മനഃപൂർവ്വം മടക്കി വെച്ചതുപോലെ. സാധാരണ രാത്രി ട്രെയിനുകളിൽ നേരിയ സംസാരങ്ങളും കുട്ടികളുടെ കരച്ചിലും ഇതെല്ലാം ചേർന്ന് ഒരു സാധാരണ അന്തരീക്ഷം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം അടക്കി പിടിച്ചതുപോലെ തോന്നി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ട്രെയിൻ നഗരം വിട്ടിരുന്നു. ഇപ്പോൾ ജനലിൻ്റെ പുറത്ത് ഇരുട്ടാണ്. വല്ലപ്പോഴും ഏതെങ്കിലും ചെറിയ സ്റ്റേഷനിൽ വെളിച്ചം മിന്നിമറയും. പെട്ടെന്നെല്ലാം കറുത്ത തിരശീലയിൽ മുങ്ങിപ്പോകും. ഞാൻ മുകളിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പക്ഷെ ഉറക്കം വന്നില്ല. താഴത്തെ പ്രായമായ ആള് സാവധാനം ജനലടച്ചു. കാറ്റ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ. എന്നിട്ട് അദ്ദേഹം മുകളിലേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, "ആദ്യമായിട്ടാണോ ഈ റൂട്ടിൽ വരുന്നത്?" ഞാൻ തലയാട്ടി പറഞ്ഞു, "അതെ, ആദ്യമായിട്ടാണ്." അദ്ദേഹം കുറച്ചു നേരം എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, "ഈ റൂട്ട് അല്പം വ്യത്യസ്തമാണ്. മിക്കവരും രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കും." ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, "എന്താണ്? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ?" അദ്ദേഹം ഒരു ചെറിയ ചിരി നൽകി. പക്ഷെ ആ ചിരിയിൽ സ്നേഹമായിരുന്നില്ല. ഒരുതരം താക്കീത് പോലെ. അദ്ദേഹം പറഞ്ഞു, "കഥ വലുതാണ്. പക്ഷെ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല." ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തിരിഞ്ഞു കിടന്ന് പുതപ്പുകൊണ്ട് മൂടി. എൻ്റെ ഉള്ളിൽ ആകാംക്ഷ ഉണർന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒരുതരം ഭയവും നൽകി. ഇപ്പോൾ കോച്ചിൽ കൂടുതൽ നിശബ്ദയായി. പാളങ്ങളിലെ ട്രെയിനിൻ്റെ ആ ശബ്ദങ്ങൾക്കിടയിൽ വല്ലപ്പോഴും മുകളിലെ ട്യൂബ് ലൈറ്റ് മിന്നിമറഞ്ഞു. മൊബൈലിൽ നോക്കാനായി ഞാൻ കൈ ഉയർന്നു. പക്ഷേ സ്ക്രീനിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടോ അത് ഓഫ് ചെയ്യാൻ തോന്നും. ഏകദേശം 11 മണിയോടെ ട്രെയിൻ ഒരു ചെറിയ സ്റ്റേഷനിൽ നിർത്തി. വീണ്ടും ഓടാൻ തുടങ്ങി. മങ്ങിയ വെളിച്ചത്തിൽ സ്റ്റേഷൻ്റെ പേര് വായിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ വ്യക്തമായി കണ്ടില്ല. ട്രെയിൻ ആ വിജനമായ പ്ലാറ്റ്ഫോം വിട്ട് മുന്നോട്ട് പോയപ്പോൾ കോച്ചിലെന്തോ ഒരു മാറ്റം വന്നതായി എനിക്ക് തോന്നി. താഴത്തെ ബർത്തിൽ മുന്നിലുള്ള ജനലിൻ്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ആരും ഇരിക്കുന്നുണ്ട്. വെള്ള വസ്ത്രം ധരിച്ച് നീണ്ട മുടി തോളിലേക്ക് വിതറിയിട്ടിരിക്കുന്നു. മുഖം താഴേക്ക് താഴ്ത്തിയിരുന്നതുകൊണ്ട് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും യാത്രക്കാർ ഇടക്ക് കയറിയതാവാം. പക്ഷെ എന്തോ ഒരു പന്തികേട് തോന്നി. ആ സ്ത്രീയുടെ ചലനങ്ങൾ തീർത്തും അത്ഭുതമായിരുന്നു. അവർ തല ഉയർത്തുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയോ ചെയ്തില്ല. മിണ്ടാതെ ഇരുന്നു. ഞാൻ മുകളിൽ നിന്നും കുനിഞ്ഞ താഴത്തെ വൃദ്ധനെ നോക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്നു. പുതപ്പ് അരികിൽ വെച്ചിരുന്നു. എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത അല ഓടിപ്പോയി. ഇതെങ്ങനെ സംഭവിക്കും? കുറച്ചു മുമ്പ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ മുകളിൽ അനങ്ങാതെ ഇരുന്നു. താഴെ ആ സ്ത്രീയുടെ മുടി ആ ചെറിയ കാറ്റിൽ ഇളകുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ഭാഗം കല്ലുപോലെ നിശ്ചലമാണ്. കോച്ചിലെ മറ്റു യാത്രക്കാരും നല്ല ഉറക്കത്തിലാണ്. ആരും അവരെ നോക്കുന്നുണ്ടായിരുന്നില്ല.
ട്രെയിൻ അതിൻ്റെ വേഗതയിൽ ഓടുന്നു. ഏകദേശം രാത്രി 12 മണി. പെട്ടെന്ന് ഞങ്ങളുടെ കോച്ചിലെ ലൈറ്റുകൾ ഓരോന്നായി മങ്ങാൻ തുടങ്ങി. ആദ്യം കോച്ചിൻ്റെ ഏറ്റവും മുമ്പിലെ ട്യൂബ് ലൈറ്റ് മിന്നി, എന്നിട്ട് അണഞ്ഞു. അതിനുശേഷം നടുവിലെ ലൈറ്റ്, പിന്നെ എൻ്റെ തലയ്ക്ക് മുകളിലുള്ള ലൈറ്റും സാവധാനം മങ്ങി നിശ്ചലമായി. മറ്റെല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലും വെളിച്ചം അപ്പോഴും ഉണ്ടായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മുൻവശത്തെ കമ്പാർട്ട്മെൻറ്റിൽ ആളുകൾ സാധാരണ പോലെ ഇരിക്കുന്നത് കണ്ടു. പിന്നിലേക്ക് നോക്കിയപ്പോഴും അത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ ഞങ്ങളുടെ കോച്ചിൽ ആരോ മനഃപൂർവ്വം ഇരുട്ട് പരത്തിയതുപോലെ. ആദ്യം വൈദ്യുതി കണക്ഷൻ്റെ തകരാറാണെന്ന് കരുതി. പക്ഷെ മറ്റു കോച്ചുകളിലെല്ലാം ശരിയായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമുയർന്നു. ചില യാത്രക്കാർ അസ്വസ്ഥരായി തുടങ്ങി. മധ്യവയസ്കനായ ഒരാൾ എഴുന്നേറ്റ് വാതിലിൻ്റെ അടുത്തേക്ക് പോയി. ഒരുപക്ഷെ ഗാർഡിനോടോ ടിടിയോടോ സംസാരിക്കാം. പക്ഷെ അല്പനേരത്തിനകം അയാൾ തിരിച്ചു വന്നു. പതിഞ്ഞ സ്വരത്തിൽ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, വിചിത്രം, വാതിൽ തുറക്കുന്നില്ല. ഇത് കേട്ടതോടെ എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത അല കടന്നുപോയി. ട്രെയിൻ ഓടുന്നു. കോച്ചിൻ്റെ വാതിൽ അടച്ചിരിക്കുന്നു. ഇത് സാധാരണയല്ല. അതിലുപരി ഈ ഇരുട്ട്. ആരോ ഞങ്ങളെ ട്രെയിനിലെ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തിയതുപോലെ. സാവധാനം മടക്കം പറച്ചിലുകൾ തുടങ്ങി. ചിലർ ഇത് സാങ്കേതിക തകരാറാണെന്ന് പറഞ്ഞു. ചിലർ അടുത്ത സ്റ്റേഷനിൽ നിർത്തി ശരിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്തരീക്ഷത്തിൽ ഒരുതരം വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. ഫാനുകൾ അപ്പോഴും കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അവയുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി. ഒരു പഴയ കിണറ്റിൽ വെള്ളം വിറ്റു വീഴുന്നതിൻ്റെ പ്രതിധ്വനി പോലെ. ഞാൻ മുകളിലെ ബെർത്തിൽ നിന്നും കുനിഞ്ഞ് താഴേക്ക് നോക്കി. ചിലർ എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. പക്ഷെ പുറത്ത് കട്ടിയുള്ള ഇരുട്ടായിരുന്നു. വല്ലപ്പോഴും പാളങ്ങൾക്കരികിലെ ചെറിയ തൂണുകളിൽ നേരിയ വെളിച്ചം മിന്നിമറയും, എന്നിട്ട് അപ്രത്യക്ഷമാകും. അപ്പോഴാണ് പെട്ടെന്ന് കോച്ചിൻ്റെ നടുവിലെ ബെർത്തിനടുത്തിരുന്ന് ഒരു സ്ത്രീ അലറിയത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി. അവർ വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആരോ എൻ്റെ തോളിൽ കൈവച്ചു. അവരുടെ അടുത്തിരുന്നയാൾ പറഞ്ഞു, അയ്യോ ചേച്ചി, ഒരുപക്ഷെ ആരെങ്കിലും അബദ്ധത്തിൽ തട്ടിയതാകും. പക്ഷെ അവർ തലയാട്ടി പറഞ്ഞു, അല്ല, കൈ തണുത്തതായിരുന്നു, വളരെ തണുത്തത്, മഞ്ഞുപോലെ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പക്ഷെ അപ്പോൾ കോച്ചിൽ ആരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ സീറ്റിൽ ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത ബെർത്തിലുള്ളൊരു ചെറുപ്പക്കാരൻ, അതുവരെ മൊബൈലിൽ ശ്രദ്ധിച്ചിരുന്നയാൾ, പതിയെ പറഞ്ഞു, ഈ റൂട്ട് കുറച്ച് കുപ്രസിദ്ധമാണ്. കുറച്ച് വർഷം മുമ്പ് ട്രാക്കിൽ ഒരു അപകടം നടന്നതായി കേട്ടിട്ടുണ്ട്. ഒരു കോച്ച് മുഴുവനും പാളം തെറ്റിപ്പോയി. അയാൾ തുടർന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് കോച്ചിൻ്റെ ഏറ്റവും പിന്നിൽ നിന്നും ശബ്ദം വന്നത്. ഇരുമ്പിൻ്റെ വാതിൽ ശക്തിയായി വലിച്ചടച്ചതുപോലെ. എല്ലാവരും ഞെട്ടി. ഒരു നിമിഷത്തേക്ക് കോച്ചിൽ നിശബ്ദത തളം കെട്ടി. എല്ലാവരുടെയും കണ്ണുകൾ പിന്നിലേക്ക് തിരിഞ്ഞു. പക്ഷെ അവിടെ ഇരുട്ട് മാത്രമായിരുന്നു. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഒരു വൃദ്ധൻ ടോർച്ചെടുത്ത് പിന്നിലേക്ക് വെളിച്ചം കാണിച്ചു. പക്ഷേ വെളിച്ചം 4-5 അടി ദൂരം മാത്രമേ പോയുള്ളൂ. എന്തോ ഒരു അദൃശ്യമായ മഞ്ഞ് അതിനെ വിഴുങ്ങിയതുപോലെ തോന്നി. ഇപ്പോൾ ബുദ്ധിമുട്ട് കൂടാൻ തുടങ്ങി. ആളുകൾ പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ആർക്കും വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പെട്ടെന്ന് കോച്ചിൻ്റെ നടുവിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത്. പക്ഷെ വിചിത്രമായ കാര്യം, അതുവരെ ആരും ഒരു കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്നതാണ്. കരച്ചിൽ വളരെ പതിഞ്ഞതായിരുന്നു. സാവധാനം ആ ശബ്ദം കൂടാൻ തുടങ്ങി. ഒരു സ്ത്രീ പരിഭ്രമത്തോടെ ചോദിച്ചു, ഈ കുഞ്ഞ് ആരാണ്? ഈ ബോഗിയിൽ വന്നപ്പോൾ ഞാനൊരു കുട്ടിയെയും കണ്ടില്ലല്ലോ. ആരും എഴുന്നേറ്റ് നോക്കാൻ പോയി. പക്ഷെ ശബ്ദം വന്ന സ്ഥലത്ത് ഒഴിഞ്ഞ സീറ്റ് മാത്രമായിരുന്നു. ശബ്ദം അവിടെ തന്നെ ചുറ്റിത്തിരിയുന്നു, വായുവിൽ തങ്ങിക്കിടക്കുന്നത് പോലെ. ഞാൻ മുകളിൽ നിന്നും എല്ലാം കണ്ടു. പക്ഷെ ഇപ്പോൾ എൻ്റെ ഹൃദയം ശക്തിയായി മിടിക്കുന്നുണ്ട്. ഈ ഇരുട്ട് ഞങ്ങളെ മറ്റേതോ ലോകത്തേക്ക് വലിച്ചയക്കുന്നത് പോലെ തോന്നി. പിന്നെ പെട്ടെന്ന് ആ കരച്ചിൽ നിന്നു. കോച്ചിൽ വീണ്ടും നിശബ്ദത. പാളത്തിൻ്റെ ശബ്ദവും ഫാനുകളുടെ കടുപ്പമേറിയ ശബ്ദവും മാത്രം. പക്ഷേ ഈ ആശ്വാസം അധികം നീണ്ടു നിന്നില്ല. അടുത്ത നിമിഷം പിന്നിൽ നിന്നും കാൽ പെരുമാറ്റം കേട്ടു. ആരോ സാവധാനം, ചെരുപ്പില്ലാതെ തടിയിലുള്ള തറയിൽ നടക്കുന്ന പോലെ. കാൽ പെരുമാറ്റത്തിൻ്റെ ശബ്ദം നിരന്തരം അടുത്തു വന്നു. ഞാൻ ശ്വാസമടക്കി ശ്രദ്ധിച്ചു. മറ്റുള്ളവരും നിശബ്ദരായി. എല്ലാവരുടെയും ശ്വാസം നിലച്ചതുപോലെ. അപ്പോൾ കോച്ചിൻ്റെ നടുവിൽ നിന്നൊരു സ്ത്രീ വിറച്ചുകൊണ്ട് പറഞ്ഞു, ആരും എൻ്റെ അരികിലൂടെ ഇപ്പോൾ കടന്നുപോയി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യൻ ധൈര്യം സംഭരിച്ച് ഉറക്കെ ചോദിച്ചു, ആരാണ്? മുന്നോട്ട് വരൂ. പക്ഷേ മറുപടിയായി തണുത്ത കാറ്റിൻ്റെ ഒരല മാത്രം വന്നു. ഫാനുകൾ കുറച്ചു നേരത്തേക്ക് കൂടുതൽ വേഗത്തിൽ കറങ്ങി. ഇരുട്ട്, ഇടയ്ക്കിടെ തണുത്ത കാറ്റിൻ്റെ അലകൾ, വല്ലപ്പോഴും കേൾക്കുന്ന വിചിത്രമായ ശബ്ദങ്ങൾ എന്നിവ ആരുടെയും ബോധം കെടുത്താൻ മതിയായിരുന്നു. ഞാൻ മുകളിലെ ബെർത്തിലിരുന്ന് ഓരോ ശബ്ദവും അനുഭവിച്ചു. ഓരോ യാത്രക്കാരൻ്റെ മുഖത്തും ഭയം വ്യക്തമായിരുന്നു. പക്ഷെ എല്ലാവരും നിശബ്ദരായിരുന്നു. സംസാരിക്കാനുള്ള കഴിവ് സ്വയം ഇല്ലാതായതുപോലെ. അപ്പോഴാണ് കോച്ചിൻ്റെ നടുവിൽ ജനലിൻ്റെ അടുത്തിരുന്ന ഒരു വൃദ്ധ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞത്, ഈ കോച്ച് മുമ്പും. എന്നിട്ട് പെട്ടെന്ന് നിശബ്ദയായി.
അവരുടെ ശബ്ദം വളരെ പതിഞ്ഞതായിരുന്നു. അടുത്തിരുന്ന 2-3 പേർക്ക് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഞാൻ മുകളിൽ നിന്നും കുനിഞ്ഞു കേൾക്കാൻ ശ്രമിച്ചു. അവരുടെ അടുത്തിരുന്ന ഒരു സ്ത്രീ ഉടൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുൻപ് എന്തുണ്ടായി? വൃദ്ധ ചുറ്റും നോക്കി. അവരുടെ കണ്ണുകളിൽ ഭയം വ്യക്തമായിരുന്നു, പക്ഷെ വിചിത്രമായൊരു വിശ്വാസവും. അവർ അടക്കം പറഞ്ഞു, ഈ കോച്ചിൽ മുമ്പും ആളുകൾ. എന്നിട്ട് പെട്ടെന്ന് നിന്നു. ഒരു മധ്യവയസ്കൻ ദേഷ്യത്തോടെ പറഞ്ഞു, അയ്യോ അമ്മേ, പകുതി വെച്ച് നിർത്താതെ, മുൻപ് എന്തുണ്ടായി പറയൂ. ആ സ്ത്രീ കുറച്ചു നേരം അവരെ തുറച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, കുറച്ചു വർഷം മുമ്പ് ഈ കോച്ചിൽ യാത്രക്കിടയിൽ യാത്രക്കാർ മുഴുവനും അപ്രത്യക്ഷരായി. ട്രെയിൻ അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ കമ്പാർട്ട്മെന്റ് ഒഴിഞ്ഞു കിടന്നു. രക്തക്കറയോ പോരാട്ടത്തിന്റെ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും സീറ്റുകളിൽ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും സാധനങ്ങളും മാത്രം. അവരുടെ വാക്കുകളിലെ വിശ്വാസം കണ്ട് മറ്റു യാത്രക്കാർ അമ്പരന്നുപോയി. ആരോ ചിരിച്ച് അന്തരീക്ഷം ലഘൂകരിക്കാൻ ശ്രമിച്ചു. അയ്യോ, ഇതെല്ലാം പേടിപ്പിക്കാൻ പറയുന്ന കഥകളാണ്. പക്ഷെ വൃദ്ധ ഉടൻ തലയാട്ടി, അല്ല മോനെ, ഇത് കഥയല്ല, സത്യമാണ്. ആ അപകടത്തിന് ശേഷം ഈ കോച്ച് അടച്ചുപൂട്ടി. മാസങ്ങളോളം ഉപയോഗിച്ചില്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ടോ റെയിൽവേ ഇത് വീണ്ടും സർവീസ് തുടങ്ങി. അവരുടെ വാക്കുകൾ കേട്ടെൻ്റെ തൊണ്ട പറ്റി. ഞാൻ ബാഗിൽ നിന്ന് വെള്ളക്കുപ്പി എടുത്തു. പക്ഷേ കൈകൾ വിറയ്ക്കുന്നുണ്ട്. അടുത്തിരുന്ന ചെറുപ്പക്കാരൻ പതിയെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോച്ചിൽ നിന്നും പുറത്തു കിടക്കണം. വൃദ്ധ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, വാതിലുകൾ തുറന്നിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ ഇറങ്ങുമായിരുന്നു. ഇത് കേട്ടതോടെ എല്ലാവർക്കും ഒരു കാര്യം ഓർമ്മ വന്നു. കോച്ചിൻ്റെ വാതിലുകൾ ഇപ്പോഴും അടച്ചിരിക്കുകയാണ്, ആരോ അകത്തു നിന്നും പൂട്ടിയതുപോലെ. ആ നിമിഷം കോച്ചിൽ നിശബ്ദത തളം കെട്ടി. പാളങ്ങളുടെ ശബ്ദവും ഫാനുകളുടെ കടുപ്പമേറിയ ശബ്ദവും കൂടുതൽ ഉച്ചത്തിലായി. അപ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ നടക്കുന്ന ശബ്ദം കേട്ടത്. അത് വ്യത്യസ്തമായിരുന്നു. ചെരുപ്പില്ലാത്ത കാൽപെരുമാറ്റം, വളരെ പതുക്കെ. ആരോ മനഃപൂർവ്വം തൻ്റെ സാന്നിധ്യം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് പോലെ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പക്ഷെ ഇരുട്ട് കാരണം ആർക്കും ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഞാൻ മുകളിൽ നിന്നും കുനിഞ്ഞു നോക്കാൻ ശ്രമിക്കവേ വൃദ്ധ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അന്നത്തെ രാത്രിയും ഇന്നത്തെ പോലെയായിരുന്നു. ആദ്യം ലൈറ്റുകൾ അണഞ്ഞു, പിന്നെ തണുത്ത കാറ്റ് വീശി. പിന്നെ അവരുടെ വാക്കുകൾ പൂർത്തിയായില്ല. കാരണം പെട്ടെന്ന് ട്രെയിൻ ഒരു വിചിത്രമായ കുലുക്കത്തോടെ നിന്നുപോയി. ചില യാത്രക്കാർ സീറ്റുകളിൽ തട്ടി, ചിലർ ബെർത്തിൽ തലയടിച്ചു. ആ കുലുക്കത്തിന് ശേഷം ഫാനുകളുടെ ശബ്ദവും നിലച്ചു. വൃദ്ധ ചുറ്റും നോക്കി, എന്നിട്ട് അടക്കം പറഞ്ഞു, ഇപ്പോൾ സമയമായിരിക്കുന്നു. അവരുടെ ഈ 3 വാക്കുകൾ കേട്ട് എൻ്റെ നട്ടെല്ലിലൂടെ ഒരു വിറയൽ പാഞ്ഞു. ഒരു സ്ത്രീ ഭയത്തോടെ ചോദിച്ചു, എന്തിൻ്റെ സമയം? പക്ഷെ വൃദ്ധ മറുപടി നൽകിയില്ല. അവർ ജനലിൻ്റെ പുറത്തേക്ക് കട്ടിയുള്ള ഇരുട്ടിലേക്ക് നോക്കാൻ തുടങ്ങി. അവരുടെ മുഖത്തെ ഭാവം വായിച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചു. അവരുടെ കണ്ണുകൾ വിടർന്നിരുന്നു, ചുണ്ടുകൾ ചെറുതായി തുറന്നിരുന്നു, പുറത്ത് എന്തോ കണ്ടതുപോലെ. അപ്പോഴാണ് കോച്ചിൻ്റെ ഏറ്റവും മുന്നിലിരുന്ന ഒരാൾ നിലവിളിച്ചത്. എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് പോയി. ആ മനുഷ്യൻ സീറ്റിൽ നിന്നും പിന്നോട്ട് മാറിയിരുന്ന് ജനലിലേക്ക് കൈ ചൂണ്ടി. ഞാൻ ഉടൻ താഴേക്ക് നോക്കി. ട്രെയിനിൻ്റെ തൊട്ടടുത്ത ഇരുട്ടിൽ അതേ വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീ വീണ്ടും ഓടുകയായിരുന്നു. പക്ഷെ ഇത്തവണ അവളുടെ മുഖം അല്പം വ്യക്തമാണ്. വിളറിയ ഉണങ്ങിയ മുഖം, കൃഷ്ണമണിയില്ലാത്ത കറുത്ത ആഴമേറിയ കണ്ണുകൾ, നീല ചുണ്ടുകൾ, ഒരു തണുത്ത ചിരി. അവൾ ഓടുക മാത്രമല്ല, സാവധാനം ട്രെയിനിനോട് കൂടുതൽ അടുക്കുകയാണ്. ചിലർ ജനലിൽ നിന്നും മാറി തങ്ങളുടെ സീറ്റിൽ ഒതുങ്ങിക്കൂടി. വൃദ്ധ ജനലിൽ നിന്നും കണ്ണെടുക്കാതെ നിന്നു. അവർ പതിയെ പറഞ്ഞു, അവൾ വന്നു. അവരുടെ ശബ്ദം അത്ര തണുത്തതായിരുന്നു. അവർക്ക് ഭയമില്ലായിരുന്നു, മറിച്ച് ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നി. അടുത്ത നിമിഷം മുൻവശത്തെ ജനലിൻ്റെ ചില്ലിൽ പെട്ടെന്നൊരു ആഘാതമുണ്ടായി. ആരോ പൂർണ്ണ ശക്തിയോടെ അതിലടിച്ചതുപോലെ. ചില്ലിൽ വിള്ളലുകൾ വീണു, പക്ഷെ പൊട്ടിയില്ല. എല്ലാവരുടെയും ശ്വാസം നിലച്ചു. വൃദ്ധ എന്നെ നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരു വിചിത്രമായ തിളക്കമുണ്ടായിരുന്നു. അവർ സാവധാനം പറഞ്ഞു, ജീവിക്കണമെങ്കിൽ കണ്ണിൽ നോക്കരുത്. അവരുടെ ആ വാചകത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് പിന്നിൽ നിന്നും ആ ഭീകരമായ ചിരി വീണ്ടും മുഴങ്ങി. ഇപ്പോൾ ചിരിയോടൊപ്പം കാൽപെരുമാറ്റവും ഉണ്ടായിരുന്നു. അത് നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ട്രെയിനിൻ്റെ വേഗത തുടർന്നു. പക്ഷേ കമ്പാർട്ട്മെൻറ്റിലെ അന്തരീക്ഷം അസഹനീയമായിരുന്നു. എല്ലാവരും നിശബ്ദരായി. പാളങ്ങളുടെ ശബ്ദവും പുറത്തു വീശുന്ന കാറ്റിൻ്റെ നേരിയ ശബ്ദവും മാത്രം. എവിടെയോ ഒരു ജീർണിച്ച വാതിലിൻ്റെ കൊളുത്തു കറങ്ങുന്നു, വിജനമായൊരു സ്ഥലത്ത് നിന്നുള്ളതുപോലെ. അപ്പോഴാണ് പെട്ടെന്ന് കമ്പാർട്ട്മെൻറ്റിൻ്റെ നടുവിൽ നിന്നും ഒരു സ്ത്രീയുടെ ഭീകരമായ അലർച്ച മുഴങ്ങിയത്. ആ അലർച്ച അത്ര ഉച്ചത്തിലും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. എൻ്റെ ശരീരം ഞെട്ടലോടെ വിറച്ചുപോയി. മറ്റ് യാത്രക്കാരും അവരവരുടെ സീറ്റുകളിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഒരു നിമിഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞാനാണെങ്കിൽ മുകളിലെ ബെർത്തിൽ നിന്നും കുനിഞ്ഞു നോക്കി. കോച്ചിൻ്റെ നടുവിൽ ജനലിൻ്റെ അടുത്ത് ഒരു സ്ത്രീ 2 കൈകളും കഴുത്തിൽ പിടിച്ച് തറയിലിരിക്കുന്നു.
അടുത്തിരുന്ന മറ്റൊരു സ്ത്രീ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ വല്ലാതെ വിറയ്ക്കുന്നുമുണ്ട്. ആരോ ചോദിച്ചു, എന്തു പറ്റി, എന്താണ് സംഭവിച്ചത്? അടുത്തിരുന്നൊരു ചെറുപ്പക്കാരൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കണ്ടു, ആരോ അവളുടെ കഴുത്തിൽ കൈവച്ചിരുന്നു. എന്നാൽ അവിടെ ആരെയും കാണാനും കഴിഞ്ഞില്ല. അയാളുടെ ഈ വാക്കുകൾ മറ്റെല്ലാവരുടെയും രോമങ്ങൾ എഴുന്നേൽപ്പിക്കാൻ മതിയായിരുന്നു. ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്ന വൃദ്ധ സാവധാനം എഴുന്നേറ്റ് വിറയ്ക്കുന്ന കാലുകളോടെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. അവൾ അവളുടെ മുഖമുയർത്തി. കഴുത്തിൻ്റെ ഒരു വശത്ത് ചുവന്ന വിരൽപ്പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. ആരെങ്കിലും പൂർണ്ണ ശക്തിയോടെ അമർത്തിയതുപോലെ ആഴത്തിലുള്ള പാടുകൾ. ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, വൃദ്ധ മന്ത്രിച്ചു. അവരുടെ ശബ്ദം വളരെ പതിഞ്ഞതായിരുന്നു. അടുത്ത് നിന്ന് 2-3 പേർക്ക് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അവരുടെ കണ്ണുകളിൽ ആ ഭയം ഇപ്പോൾ കൂടുതൽ ആഴത്തിലായി. കമ്പാർട്ട്മെൻറ്റിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ചിലർ ജനലുകളിലൂടെ പുറത്തേക്ക് നോക്കി. ചിലർ തങ്ങളുടെ സീറ്റിൻ്റെ മൂലയിൽ ഒതുങ്ങിക്കൂടി. ആർക്കും എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ ശ്രമിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് തണുത്ത കാറ്റിൻ്റെ ഒരു ശക്തമായ അല വീശി. അത്ര തണുത്തത്, ഒരു മഞ്ഞുമലയിലെ ഗുഹയുടെ വാതിൽ പെട്ടെന്ന് തുറന്ന പോലെ. എൻ്റെ കൈകൾ താനെ വിറയ്ക്കാൻ തുടങ്ങി. മെയ് മാസത്തിലെ രാത്രിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നത് അസാധാരണമായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. നിലവിളിച്ച സ്ത്രീ പെട്ടെന്ന് നിശബ്ദയായി. അവരുടെ വിറയലും നിലച്ചു. അവരുടെ കണ്ണുകൾ വലുതായി തുറന്നിരുന്നു, പക്ഷെ അതിൽ ചലനമില്ല. ചുണ്ടുകൾ ചെറുതായി തുറന്നു. ശ്വാസം വളരെ പതിഞ്ഞതായിരുന്നു. അവരുടെ ആത്മാവ് എങ്ങോട്ടോ വലിച്ചെടുക്കുന്നത് പോലെ. അവരുടെ അടുത്തിരുന്ന സ്ത്രീ കൈ പിടിച്ചു കുലുക്കി. നോക്ക്, എന്താ സംഭവിച്ചതെന്ന് പറയൂ. മറുപടിയില്ല. വൃദ്ധ അവരുടെ നാഡി പരിശോധിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ കൈത്തണ്ടയിൽ കൈവച്ചയുടൻ അവർ ഞെട്ടലോടെ പിന്നോട്ട് മാറി. അവരുടെ മുഖത്തെ രക്തയോട്ടം നിലച്ചുപോയിരുന്നു. ഇത് മുൻപുള്ളതുപോലെയല്ല, അവർ പതിയെ പറഞ്ഞു. മറ്റുള്ളവർക്ക് മനസ്സിലായില്ല, പക്ഷെ അവരുടെ വാക്കുകളുടെ അർത്ഥം എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. ഇത് വെറും ബോധക്ഷയമായിരുന്നില്ല, ഇതിൽ മറ്റെന്തോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും വീണ്ടും ചെരുപ്പില്ലാത്ത കാൽപെരുമാറ്റം കേട്ടത്. ഇത്തവണ അത് പതിഞ്ഞതായിരുന്നില്ല, അല്പം ഉച്ചത്തിലായിരുന്നു. ആരോ ദേഷ്യത്തോടെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന പോലെ. ആരും ആ ദിശയിലേക്ക് നോക്കാൻ ധൈര്യപ്പെട്ടില്ല. എല്ലാവരുടെയും കണ്ണുകൾ തറയിലായിരുന്നു. ശ്വാസം നിലച്ചു. പക്ഷെ ആ കാൽപെരുമാറ്റത്തോടൊപ്പം മറ്റൊരു ശബ്ദവും ചേർന്നു. ആഴത്തിലുള്ള, പതിഞ്ഞ്, നട്ടലിലൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു ചിരി. ആ ചിരി ഒരു മനുഷ്യൻ്റേതായിരുന്നില്ല. അതിലൊരു തരം വലിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ആരോ ഞങ്ങളെ അടുത്തേക്ക് വിളിക്കുന്ന പോലെ. അതേസമയം ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരാൾ ഭയം കാരണം അലറി. ആരാണ്? മുന്നോട്ട് വരൂ. ഇരുട്ടിൽ നിന്ന് മറുപടി വന്നില്ല. പക്ഷെ ആ കാൽപെരുമാറ്റം പെട്ടെന്ന് നിലച്ചു. മുഴുവൻ കമ്പാർട്ട്മെൻറ്റും നിശബ്ദതയിൽ മുങ്ങി. ഇപ്പോൾ പാളങ്ങളുടെ ശബ്ദവും കേൾക്കുന്നില്ല. ട്രെയിൻ ഏതോ വിജനമായ, അദൃശ്യമായ സ്ഥലത്ത് സാവധാനത്തിലായതുപോലെ. ഞാൻ മുകളിലെ ബെർത്തിലിരുന്നു. എൻ്റെ ഹൃദയം അത്രയും ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നി. ഒരുപക്ഷെ മറ്റുള്ളവർക്കും കേൾക്കാൻ കഴിയുമായിരിക്കും. എൻ്റെ ശ്രദ്ധ എൻ്റെ കാലുകളിലേക്ക് പോയി. എന്തുകൊണ്ടോ ആരോ താഴെ നിൽക്കുന്നുണ്ടെന്നും ഇപ്പോൾ മുകളിലേക്ക് കയറാൻ പോകുന്നുവെന്നും തോന്നി. ഞാൻ ധൈര്യം സംഭരിച്ച് താഴേക്ക് നോക്കി. അത് ഒഴിഞ്ഞു കിടക്കുന്നു. പക്ഷേ ശ്വാസമെടുക്കുമ്പോൾ അടുത്തുള്ള ജനലിൽ എന്തോ ഒന്ന് ശക്തിയായി ഉരസുന്ന ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. ജനലിൻ്റെ ചില്ലിൽ ആരോ നീളമുള്ള നേർത്ത നഖങ്ങൾ കൊണ്ട് 4 ചെരിഞ്ഞ വരകൾ വരച്ചിരിക്കുന്നു. ജനലിൻ്റെ പുറത്ത് ആ മുഖം, അതേ വിളറിയ ഉണങ്ങിയ മുഖം, കൃഷ്ണമണിയില്ലാത്ത കറുത്ത കണ്ണുകൾ, ചുണ്ടുകളിൽ അതേ തണുത്ത ജീവനെടുക്കുന്ന പുഞ്ചിരി. ആ മുഖം സാവധാനം അടുത്തേക്ക് വരികയായിരുന്നു, ചില്ല് ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ പോകുന്നത് പോലെ. ഞാൻ പരിഭ്രമത്തോടെ കണ്ണുകൾ അടച്ചു. കാതുകളിൽ ആ ചിരി മാത്രം മുഴങ്ങി. ട്രെയിൻ സാവധാനം വേഗത കൈവരിച്ചു. പക്ഷേ കമ്പാർട്ട്മെൻറ്റിലെ അന്തരീക്ഷം മുൻപുള്ളതിനേക്കാൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇരുട്ട് കട്ടിയായിരിക്കുന്നു. കോച്ചിലെല്ലാവരും നിശബ്ദരായി തങ്ങളുടെ സീറ്റിലിരിക്കുന്നു. ഇപ്പോൾ പാളങ്ങളുടെ ആ ശബ്ദം എനിക്ക് ഭയപ്പെടുത്തുന്ന പ്രതിധ്വനി പോലെ തോന്നി. ഓരോ ശബ്ദവും, ഓരോ മർമ്മരവും എൻ്റെ കാതുകളിൽ പല മടങ്ങ് ഉച്ചത്തിലും ഭീകരവുമായി കേട്ടു. ഞാൻ മുകളിലെ ബെർത്തിലിരുന്ന് എൻ്റെ ശ്വാസം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭയം കാരണം കൈകളും കാലുകളും വിറയ്ക്കുന്നു. ഞാൻ സാവധാനം ബാഗിൽ നിന്ന് മൊബൈൽ പുറത്തെടുത്തു. അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് കോച്ചിനുള്ളിലേക്ക് വെളിച്ചമടിച്ചു. ആദ്യം എൻ്റെ ശ്രദ്ധ പോയത് കഴിഞ്ഞ രാത്രി ബോധം കെട്ടതുപോലെ ഇരുന്ന സ്ത്രീയിലേക്കായിരുന്നു. അവരുടെ മുഖം തീർത്തും വിളറി. ചുണ്ടുകൾ നിലച്ചു. കണ്ണുകൾക്ക് ചുറ്റും കട്ടിയുള്ള കറുത്ത പാടുകൾ. അവരുടെ ശ്വാസം നേർത്തതായിരുന്നു. അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ധൈര്യം സംഭരിച്ച് താഴേക്ക് കുനിഞ്ഞ് സീറ്റിൻ്റെ അടുത്തേക്ക് നോക്കി. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധ രക്തക്കറകളിൽ പതിഞ്ഞത്. സീറ്റിൽ ഉണങ്ങി തുടങ്ങിയ ചുവന്ന നിറത്തിലുള്ള പാടുകളുണ്ടായിരുന്നു. ആദ്യം ചെറുതായിരുന്നു, പക്ഷെ മൊബൈലിൻ്റെ വെളിച്ചം തിരിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. രക്തത്തിൻ്റെ ഒരു പാട് ജനൽ വരെ നീണ്ടിരിക്കുന്നു. ജനൽ പൊട്ടിയിരിക്കുന്നു.
ചില്ലിൻ്റെ കഷ്ണങ്ങൾ തറയിൽ ചിതറിക്കിടക്കുന്നു. എൻ്റെ കൈകൾ തണുത്തുപോയി. ജനലിൻ്റെ പുറത്താണെങ്കിൽ ഇരുട്ടും. പക്ഷേ ആ രക്തപ്പാടിൻ്റെ കണ്ണുകളിൽ വിചിത്രമായ ഭയമുണ്ടാക്കി. അപ്പോഴാണ് പിന്നിൽ നിന്നും ആരോ പതിയെ ശ്വാസമെടുക്കുന്ന പോലെ ശബ്ദം കേട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കി. കോച്ചിൻ്റെ പിന്നാമ്പുറത്തെ സീറ്റിൽ ആരോ നിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യനല്ല, വെറും ഒരു മങ്ങിയ നിഴൽ. എൻ്റെ ഹൃദയത്തിൽ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അവിടേക്ക് അടിച്ചു. അവിടെ കണ്ടു ഞാൻ ആ നിഴൽ എഴുന്നേറ്റ് സാവധാനം രക്തം പുരണ്ട ആ ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. ഞാൻ താഴെ സീറ്റിനടുത്ത് കുനിഞ്ഞിരുന്ന് രക്തം ശ്രദ്ധിച്ചു നോക്കി. ഇത് മനുഷ്യൻ്റെ രക്തമായിരുന്നു. അതും ഇപ്പോൾ പോയ രക്തം, പുതിയ രക്തം. കാരണം അത് കട്ട പിടിച്ചതോ ഉണങ്ങിയതോ ആയ രക്തമായിരുന്നില്ല, മറിച്ച് അപ്പോൾ തന്നെ വീണത്. ഞാൻ അടുത്ത് നിന്ന് ചെറുപ്പക്കാരനെ നോക്കി. അവൻ തുടർച്ചയായി സീറ്റിൻ്റെ മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. അവൻ്റെ കണ്ണുകൾ വലുതായി, ചുണ്ടുകൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് കോച്ചിൻ്റെ ഏറ്റവും പിന്നിൽ നിന്നും വീണ്ടും അതേ ചെരുപ്പില്ലാത്ത കാൽ പെരുമാറ്റം കേട്ടത്. പതിഞ്ഞതും വിജനവും വിയർപ്പ് മുട്ടിക്കുന്നതുമായിരുന്നു അത്. ഇത്തവണ അതിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ നേരിട്ട് ഇറങ്ങി വരുന്ന പോലെ തോന്നി, എൻ്റെ ഹൃദയത്തിനുള്ളിൽ കേൾക്കുന്ന പോലെ. ഞാൻ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് മുകളിലെ ബെർത്തിലേക്ക് ഉയർത്തി. അവിടെ എന്തോ ചലനമുണ്ടായി. അതേ സ്ത്രീയായിരുന്നു. കഴിഞ്ഞ രാത്രി അലറിയ സ്ത്രീ. ഇപ്പോൾ അവർ ജീവനില്ലാത്തവളായിരുന്നില്ല. സാവധാനം എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. അവരുടെ കൈകളിൽ രക്തം പുരണ്ടിരുന്നു. വസ്ത്രങ്ങളിലും അവിടെ ഇവിടെ രക്തക്കറകളുണ്ടായിരുന്നു. ഞാൻ ധൈര്യം സംഭരിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അവൾ എന്നെ നോക്കിയില്ല. അവളുടെ കണ്ണുകൾ ശൂന്യവും ഇരുണ്ടതുമായിരുന്നു. അവരുടെ നടത്തം ഇപ്പോൾ മനുഷ്യൻ്റേതായിരുന്നില്ല. അപ്പോഴാണ് ജനലിൻ്റെ പുറത്ത് എന്തോ ഒന്ന് നേരിയ ശബ്ദമുണ്ടാക്കിയത്. ഞാൻ പെട്ടെന്ന് ഫ്ലാഷ് ലൈറ്റ് പുറത്തേക്ക് തിരിച്ചു. ഇരുട്ടിലൊരു നിഴൽ കണ്ടു. ഒരു നീണ്ട വിളറിയ മുഖം, കറുത്ത ആഴമേറിയ കണ്ണുകൾ, പൊട്ടിയ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്നു. ആ മുഖം എന്നെ തുറച്ചു നോക്കി. അതിൻ്റെ ചിരി അത്ര ഭീകരവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. എൻ്റെ ശരീരം വിറച്ചുപോയി. ഞാൻ പിന്നോട്ട് മാറി. എൻ്റെ ഫ്ലാഷ് ലൈറ്റ് വീണ്ടും താഴത്തെ സീറ്റിൽ പതിച്ചു. രക്തത്തിൻ്റെ പാടിപ്പോൾ അവസാനിക്കുകയാണ്. പക്ഷേ ജനലിൻ്റെ താഴെ മറ്റെന്തോ കണ്ടു. വായുവിൽ തൂങ്ങിക്കിടക്കുന്ന വസ്ത്രങ്ങളിൽ രക്തത്തിൻ്റെ പാടുകൾ, ചില അദൃശ്യമായ കൈകളുടെ അടയാളങ്ങൾ. ഏറ്റവും വിചിത്രമായ കാര്യം, രക്തത്തിൻ്റെ പാടുകളും ചില്ലിലെ അടയാളങ്ങളും വളരെ പുതിയതായിരുന്നു. ഇപ്പോൾ ആരോ അവിടെ എന്തോ ചെയ്തതുപോലെ. ഞാൻ മുകളിലിരുന്ന് ഭയന്നുപോയി. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശക്തമായ അലർച്ച മുഴങ്ങിയത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി. ജനലിൻ്റെ അടുത്ത് അതേ സ്ത്രീ പൂർണ്ണമായും പുറത്തേക്ക് കുനിഞ്ഞിരുന്നു. അവരുടെ കൈകൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. അവരുടെ മുഖം തീർത്തും വിളറി ഉണങ്ങി. കണ്ണുകൾ കൃഷ്ണമണിയില്ലാതെ കറുത്തതായിരുന്നു. ചുണ്ടുകൾ നീലിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാം പിന്നോട്ട് മാറി. വൃദ്ധ ധൈര്യം സംഭരിച്ച് പതിയെ പറഞ്ഞു, എന്താണോ സംഭവിക്കാനുള്ളത് അത് സംഭവിക്കട്ടെ, കണ്ണിൽ നോക്കരുത്. ഞങ്ങളെല്ലാം നിശബ്ദരായി. ഞങ്ങളുടെ ശ്വാസം നിലച്ചു. അതേ നിമിഷം ജനലിൻ്റെ പുറത്ത് ആ വിളറിയ മുഖം വീണ്ടും പുഞ്ചിരി കാണിച്ചു. അതിൻ്റെ കൈകൾ ജനലിൻ്റെ ചില്ലിലായിരുന്നു. രക്തത്തിൻ്റെ പാട് ഞങ്ങളുടെ നേർക്ക് നീങ്ങുകയാണ്. കോച്ചിലിരുന്ന ആളുകൾ ഇപ്പോൾ പൂർണ്ണമായും അമ്പരന്നു. ആരും അനങ്ങാൻ ശ്രമിച്ചില്ല. ആ ഇരുണ്ട പുഞ്ചിരിയും രക്തപ്പാട് നേരിട്ട് കാണാതിരിക്കാൻ ഞാൻ സാവധാനം മൊബൈൽ ഓഫ് ചെയ്തു. പക്ഷേ ഭയം ഇപ്പോഴും അവസാനിച്ചിരുന്നില്ല. രക്തം, പൊട്ടിയ ചില്ല്, ആ വിചിത്രമായ മുഖം എന്നിവ ഞങ്ങളെ തുടർച്ചയായി തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയം എനിക്ക് പൂർണ്ണമായും ഉറപ്പായി, ഈ കമ്പാർട്ട്മെൻറ്റിനെ ഞങ്ങൾക്കൊരു സാധാരണ യാത്രയല്ല, ഇതൊരു കെണിയായി മാറിയിരിക്കുന്നു. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഇനി ഞങ്ങൾക്ക് കഴിയില്ല. ഞാൻ എൻ്റെ അടുത്തുള്ള ചെറുപ്പക്കാരനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ അതേ ഭയവും അമ്പരപ്പും ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ. ട്രെയിനിൻ്റെ വേഗത ഇപ്പോഴും അതുപോലെ തന്നെ. പക്ഷേ കമ്പാർട്ട്മെൻറ്റിലെ നിശബ്ദത വാക്കുകൾക്ക് അതീതമായിരുന്നു. പിന്നെ ഞാൻ കണ്ണടച്ചിരുന്നു. ഒന്നും കേൾക്കാനോ ശ്രദ്ധിക്കാനോ നിന്നില്ല. പിന്നെ കണ്ണു തുറന്നപ്പോൾ നേരം വെളുത്തിരുന്നു. ആ രാത്രിയുടെ ഭയത്തിനും വിചിത്ര സംഭവങ്ങൾക്ക് ശേഷം പ്രഭാതത്തിലെ വെളിച്ചവും ഞങ്ങൾക്ക് ആശ്വാസം നൽകിയില്ല. എൻ്റെ കണ്ണുകൾ ഭാരമുള്ളതായിരുന്നു. പക്ഷേ രാത്രിയിലെ സംഭവങ്ങളുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേയിരുന്നു. ഫാനിൻ്റെ നേരിയ ശബ്ദം, ജനലിൻ്റെ പുറത്തിരുട്ട്, ഏറ്റവും ഭീകരമായ ആ വിളറിയ മുഖമുള്ള സ്ത്രീ. സമയം ഏകദേശം രാവിലെ 8 മണി. ട്രെയിൻ ചില സ്റ്റേഷനുകളിൽ നിർത്താൻ തുടങ്ങി. ചില യാത്രക്കാർ ലഘുഭക്ഷണം എടുക്കാനോ വെള്ളം കുടിക്കാനോ ബാഗുകൾ എടുത്തു. പക്ഷേ ഞാനിപ്പോഴും മുകളിലെ ബെർത്തിലിരുന്ന് കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധ അടുത്തിരുന്ന സ്ത്രീയിലേക്ക് പോയത്. കഴിഞ്ഞ രാത്രി രക്തത്തിൽ കുളിച്ചിട്ട് ജനലിൻ്റെ അടുത്തേക്ക് പോയ അതേ സ്ത്രീ. ഞാൻ അവരെ നോക്കി, പക്ഷെ അവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഒരുപക്ഷെ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയതാകാമെന്നാണ്. അല്ലെങ്കിൽ ആരെങ്കിലും അവരെ മറ്റെവിടേക്കെങ്കിലും മാറ്റിയതാവാം. ഞാൻ ചുറ്റും നോക്കി, പക്ഷെ അവരൊഴികെ മറ്റാരും കോച്ചിൽ നിന്നും പോയിട്ടുമില്ല. മറ്റ് യാത്രക്കാർ ഇപ്പോഴും അവരവരുടെ സ്ഥാനങ്ങളിലിരുന്ന് ചിലർ നേരിയ സംസാരം തുടങ്ങിയിരുന്നു. പക്ഷെ ആരും വ്യക്തമായി അസ്വസ്ഥരായി കാണപ്പെട്ടില്ല. ഞാൻ താഴേക്കിറങ്ങി മറ്റൊരു യാത്രക്കാരനോട് ചോദിച്ചു,
കഴിഞ്ഞ രാത്രിയിൽ ആ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് സ്ത്രീ? ഈ കോച്ചിൽ എല്ലാവരും സുഖമായിരുന്നു, ആരും കാണാതായിട്ടില്ല. എൻ്റെ കൈകളാകെ വിറച്ചുപോയി. ഞാൻ പറഞ്ഞു, അല്ല, അതേ രക്തം പുരണ്ട സ്ത്രീ. രാത്രിയിൽ അവർക്ക് വിചിത്രമായി ചിലത് സംഭവിച്ചിരുന്നു. ആ മനുഷ്യൻ തലയാട്ടി പറഞ്ഞു, നിങ്ങൾക്കെന്താ വട്ടാണോ? അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ കണ്ണുകൾ ചുറ്റും മാഞ്ഞു. ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന അതേ വൃദ്ധ ഇപ്പോൾ ശാന്തയായിരുന്നു. അവരെന്നെ നോക്കി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഞാൻ വീണ്ടും കോച്ചിൽ ചുറ്റും നോക്കി. ജനലുകൾക്കടുത്തുള്ള രക്തപ്പാട് ഇപ്പോൾ ഉണങ്ങിയിരിക്കുന്നു, പക്ഷേ സീറ്റുകളിൽ നേരിയ ചുവപ്പ് നിറം ഇപ്പോഴും ഉണ്ടായിരുന്നു. എന്തോ സംഭവിച്ചുവെന്ന് ഇത് വ്യക്തമാക്കി കാണിച്ചു. പക്ഷേ ഞാൻ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ചുറ്റും നോക്കിയപ്പോൾ രക്തത്തിൻ്റെ അടയാളങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. രാത്രിയിലെ സംഭവം ഞങ്ങളുടെ കണ്ണുകൾക്ക് മാത്രം ദൃശ്യമായതുപോലെ, യഥാർത്ഥത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. ഞാൻ അവിടെ നിന്ന് ചെറുപ്പക്കാരനെ തുറച്ചു നോക്കി പറഞ്ഞു, നീ ഒന്നും കണ്ടില്ലേ? രക്തം, ചില്ല, ആ സ്ത്രീ? ഇല്ല, ഞാനൊന്നും കണ്ടില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ വല്ല പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടതായിരിക്കും. പക്ഷേ ഇത് വെറും ഭയമോ സ്വപ്നമോ ആയിരുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഓരോ സംഭവവും എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ആ അലർച്ചകൾ, രക്തം, ആ തണുത്ത കാറ്റ് എല്ലാം യഥാർത്ഥമായിരുന്നു. അപ്പോഴാണ് വൃദ്ധ പതിയെ പറഞ്ഞത്, ആർക്കാണോ ഇതെല്ലാം കാണാൻ കഴിയുന്നത് അവർ മാത്രമേ ഇത് ഓർമ്മിക്കൂ. ബാക്കിയുള്ളവർക്ക് രാത്രി കഴിഞ്ഞാൽ എല്ലാം സാധാരണമായി തോന്നും. ഞാൻ അവരോട് ചോദിച്ചു, പക്ഷെ ആ സ്ത്രീ, ആ രക്തം, ആ അലർച്ചകൾ എല്ലാം എവിടെ പോയി? അവർ തലയാട്ടി നിശബ്ദയായി. അവരുടെ കണ്ണുകളിൽ അതേ ഭയവും അനുഭവസമ്പത്തിൻ്റെ തിളക്കവും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ കണ്ട അതേ ഭാവം. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്തെ കാഴ്ച സാധാരണമായിരുന്നു. പച്ചപ്പുള്ള വയലുകൾ, അകലെ കൃഷിയിടങ്ങളും വഴികളും. വിചിത്രമായതൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളെല്ലാം ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമായിരുന്നുവെന്നും ഇപ്പോൾ പ്രഭാതത്തിലെ വെളിച്ചം അവയെ വിഴുങ്ങിപ്പോയതുപോലെയും തോന്നി. ഞാൻ താഴെയിരുന്ന കൈകൾ നെറ്റിയിൽ വെച്ച് ആലോചിച്ചു, ശരിക്കും ആരെങ്കിലും കാണാതായോ? അതോ ഇതിൻ്റെ വെറും തോന്നൽ മാത്രമാണോ? പക്ഷേ ഞാൻ കേട്ട അലർച്ചകളും ഞാൻ കണ്ട രക്തവും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോഴാണ് ട്രെയിനിലെ TT പരിശോധന തുടങ്ങിയത്. ടിക്കറ്റ് കാണിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, ഈ കമ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും സ്ത്രീയെ കാണാതായിട്ടുണ്ടോ? TT പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ, ആരെയും കാണാതായിട്ടില്ലല്ലോ. ഈ ലിസ്റ്റിലുള്ള എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ വീണ്ടും അത്ഭുതപ്പെട്ടു. ആരോ ഒരു അദൃശ്യ ശക്തി ആ സ്ത്രീയെ പൂർണ്ണമായും നീക്കം ചെയ്തതുപോലെ. ചില യാത്രക്കാർ ഇപ്പോഴും അവരുടെ സംസാരത്തിൽ മുഴുകിയിരുന്നു. ഞാൻ രാത്രിയിൽ എന്തുണ്ടായി എന്ന് അവരോട് പറഞ്ഞാൽ ഞാൻ ഭ്രാന്തനായി കണക്കാക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിശബ്ദനായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു. ഞാൻ മുകളിലെ ബെർത്തിലിരുന്ന് ചുറ്റും നോക്കി. ആ സ്ത്രീ ഇരുന്ന ജനലിൻ്റെ അടുത്തിപ്പോൾ ഒഴിഞ്ഞ സീറ്റും കർട്ടനുകളും മാത്രം. രക്തത്തിൻ്റെയോ പൊട്ടിയ ജനലിൻ്റെയോ അടയാളങ്ങൾ എവിടെയും കാണാനില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. രാത്രിയിലെ സംഭവം ശരിക്കും എൻ്റെ സ്വപ്നമായിരുന്നോ? അതോ എന്തെങ്കിലും ശരിക്കും സംഭവിച്ചോ? ഞാൻ അടുത്തിരുന്ന ചെറുപ്പക്കാരനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ നേരിയ പരിഭ്രമമുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ അവൻ്റെ മനസ്സിലും കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രഭാതത്തിലെ സാധാരണ സ്ഥിതി അവനെ ശാന്തനാക്കി. ട്രെയിൻ മുന്നോട്ട് പോയി. ജനലിൻ്റെ അടുത്ത് പുറത്ത് സൂര്യൻ്റെ കിരണങ്ങൾ വരുന്നുണ്ട്. കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ എല്ലാം സാധാരണയായി തോന്നിയെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് സാവധാനം കുടിച്ചു. അടുത്ത സീറ്റിലിരുന്ന ചെറുപ്പക്കാരനും ശ്രദ്ധയോടെ എന്നെ നോക്കി. പിന്നെ ഞാൻ ആരെയും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റേഷനെത്തി. ഈ ഭയം, ഈ നിശബ്ദത, ഈ വിചിത്രമായ നിഴൽ എല്ലാം ഇപ്പോഴും എന്നോടൊപ്പമുണ്ട്. ട്രെയിൻ യാത്ര അവസാനിച്ചിരുന്നെങ്കിലും രാവും പകലും ഈ കമ്പാർട്ട്മെൻറ്റ് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളതും ഭയപ്പെടുത്തുന്നതുമായിരിക്കും. ഞാൻ എവിടെ പോയാലും ആ കോച്ചിൻ്റെ നിശബ്ദതയും ആ ഇരുണ്ട ഓർമ്മകൾ, കാണാതായ സ്ത്രീയുടെ വിറയൽ എന്നിവ എൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. ഒരു ട്രെയിൻ യാത്രയിൽ സംഭവിച്ച എന്തൊക്കെ കാര്യങ്ങളാണ്? ചിലപ്പോൾ ഇവൻ കിടന്നുറങ്ങിയപ്പോൾ കണ്ട സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് അവന് തന്നെ അറിയാം. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ, ബൈ.